ഈ മുഖവും മുങ്കയും ഔറത്തല്ല എന്ന് ഷറഉൽ മുഅദ്ദബിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു, ഒരാൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ നിഖാബിന്റെ വിഷയം അതിന്റെ ഒരു വിശദീകരണം കിട്ടുക. നിസ്കാരത്തിക്കല്ലല്ലോ ചോദ്യം, അല്ല. അപ്പോ ഹിജാബ് നിഖാബിന്റെ വിഷയം ചുരുക്കി പറയാം. പെണ്ണിന്റെ പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഒരന്യപുരുഷൻ ബോധപൂർവം തന്റെ മുഖം നോക്കിക്കാണുന്നു എന്ന് ഉറപ്പായാൽ അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നതിൽ തർക്കം ഇല്ല. ഇതിപ്പോ പറഞ്ഞത് ഞാനത് വിഷയം പറയുമ്പോൾ ഇത് പല വശങ്ങളുണ്ടല്ലോ. ചിലർ പറയും പഴയ കാലത്തൊന്നും ഹിജാബ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറയുമ്പോൾ തുടങ്ങല്. പഴയ കാലത്ത് ഹിജാബ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഹിജാബ് തുടങ്ങിയത്, മൗലവിമാരുണ്ടാക്കിയത്. മുമ്പൊന്നും ഇവിടെ ഹിജാബ് ഇല്ലല്ലോ. സാധാരണക്കാർക്കും ചില മൗലവിമാർക്കും മുത്താലിങ്ങൾക്കും തോന്നും ശരി തന്നെയല്ലേ, മുമ്പ് ഇത്ര ഹിജാബൊന്നും ഇല്ലെന്നാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഹിജാബ് എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ കേവലം ഈ മുഖത്ത് തൂക്കുന്ന നമ്മൾ ഹിജാബ് എന്നോ നിഖാബ് എന്നോ പറയുന്ന അത് മാത്രം അല്ല. സ്ത്രീ പുരുഷന്മാരുടെ സമ്പർക്കത്തിനും ഇടപെടലിനും പല നിലക്കുള്ള നിയന്ത്രണം ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ് ഫിഖ്ഹിൽ ഹിജാബ് എന്നത്. ഉദാഹരണം, ഒരു അന്യ പുരുഷൻ അന്യ പെണ്ണുമായി സംസാരിക്കുമ്പോൾ ഫസ്അലൂഹുന്ന മിൻ വറാഇൽ ഹിജാബ്, നേർക്ക് നേരെ ശരീരഭാഗങ്ങൾ നോക്കി കാണാതെ ഒരു മറയുടെ ഇപ്പുറത്തുനിന്ന് സംസാരിക്കുക. പണ്ടൊക്കെ നമ്മളെ വീടുകളിലൊക്കെ സാധാരണക്കാരുടെ വീട്ടിൽ വരെ അങ്ങനെയാണ്, ഉമ്മാര് വാതിന്റെ അപ്പുറത്തുനിന്ന് കണ്ട് വരുന്നവരോട് വർത്താനം ചോദിച്ചറിയും, അല്ല നേരെ ഇറങ്ങി വരൂല. അപ്പൊ ഒരു മറയുടെ അപ്പുറത്തുനിന്ന് സംസാരിക്കുക, നേർക്ക് നേരെ മുഖാമുഖം നോക്കാതെ, ഇതൊരു ഹിജാബിന്റെ ഭാഗമാണ്. വഖർന ഫീ ബുയൂത്തികുന്ന, സ്ത്രീകൾ പൊതുവെ പുറത്തിറങ്ങാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക, ഇതൊരു ഹിജാബിന്റെ ഭാഗമാണ്. അത് ആയത്തുൽ ഹിജാബാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാം. അപ്പൊ ഹിജാബ് എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകൾക്ക് വരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഹിജാബാണ്. മുഖത്ത് തൂക്കുന്ന മറ മാത്രം അല്ല ഹിജാബ്. ഒന്ന്, അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നല്ല ഹിജാബ് ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ സ്ത്രീകൾ പൊതുവെ പുറത്തിറങ്ങൽ കുറവായിരുന്നു, അല്ലെ? ആപേക്ഷികമായി സഹാബത്തിന്റെ കാലമല്ല ഇപ്പൊ പറഞ്ഞ, നമ്മളെ ചെറുപ്പത്തിൽ തന്നെ ഇന്ന് ഇറങ്ങുന്നത് പോലെ പുറത്ത് പെണ്ണുങ്ങൾ അന്ന് കാണുമായിരുന്നില്ല. ഇന്ന് മീമാങ്ങനോടത്തും പെണ്ണുങ്ങളാണ് മീമാങ്ങുന്നത്. മീൻ മാർക്കറ്റ് പോയാലും തുണിഷാപ്പ് പോയാലും എല്ലായിടത്തും പെണ്ണുങ്ങൾ. അങ്ങനെ അന്ന് സ്ത്രീകൾ പുറത്തിറങ്ങാറില്ല. എന്റെ ചെറുപ്പത്തിലടക്കം ഇറങ്ങേണ്ടി വരുമ്പോൾ തന്നെ ആ കടകളുടെ മുന്നിലൂടെ പോകാൻ അവർക്ക് മടിയാണ്. അവിടെ പീടി ഉണ്ടെങ്കിൽ ആ പീടി ഒഴിവാക്കിയിട്ട് ഏതോ ഇടവയിലൂടെയാണ് അവർ പോവുക, അല്ലെ? ആ പോലെ ഹിജാബാണത്. ഇല്ലെങ്കിൽ അവരെ കയ്യിലൊരു കൊടയുണ്ടാകും, കടയുടെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ കൊട കൊണ്ടെങ്കിലും അന്യപുരുഷന്മാരിൽ നിന്നൊരു മറ പിടിച്ചുകൊണ്ടായിരുന്നു പെണ്ണുങ്ങൾ പോയിരുന്നത്. അവരുടെ ഹിജാബാണത്. ആരാ പറഞ്ഞത് പഴയ കാലത്ത് ഹിജാബില്ല, എപ്പോഴാണ് ഹിജാബ് കൂടുതലെന്ന്? മുൻകാലത്ത്, എന്റെ കുട്ടിക്കാലത്ത് പള്ളിനേക്കാളും ഹിജാബുണ്ട്. നിങ്ങൾ ഹിജാബ് തന്നെ മുഖത്ത് തൂക്കണ അസാധാരണ നല്ലപ്പയാണ് ഉദ്ദേശിച്ചത്. അന്യപുരുഷന്മാരുടെ ദർശനത്തിന് അവസരം കൊടുക്കുന്നതിനും അന്യപുരുഷന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും ഇന്നുള്ളതിലേറെ ഹിജാബ് നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറയിലുണ്ടായിരുന്നു. അന്ന് സ്ത്രീകൾ അങ്ങനെ വ്യാപകമായി പുറത്തു പോകുന്ന രീതികൾ ഇല്ല. ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ അന്യപുരുഷന്മാരുടെ വേദികളിൽ നിന്ന് മാറി നടക്കുന്ന ശീലം അവർക്കുണ്ടായിരുന്നു. അങ്ങാടിയുടെ മുന്നിലൂടെ പോകുമ്പോൾ പരമാവധി അങ്ങാടി ഒഴിവാക്കിയിട്ടാണ് പോവുക. പോകുമ്പോൾ കൊട കൊണ്ടെങ്കിലും മറക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹിജാബാണ്. ഇനി ഞാൻ അടുത്തത് പറയാം, മുഖം മറക്കണോ? വിഷയം പറയുമ്പോൾ ഇബ്നു ഹജർ റഹിമഹുള്ളയും റംലി റഹിമഹുള്ളയും തമ്മിൽ ആ വിഷയത്തിൽ ഖിലാഫുണ്ട്. നിഹായ, ഞാൻ മുത്താലികളുടെ ചോദ്യമായതുകൊണ്ടും ഇതിനെക്കുറിച്ചൊക്കെ പല, ഇന്നിപ്പോ ഒക്കെ ഈ വാട്സപ്പ് ഫത്വകൾ വ്യാപകമായ കാലാണ്. ഓരോരുത്തരും കിട്ടിയ വാർത്തൊക്കെ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന കാലാണ്. അപ്പൊ ചില ചോദ്യങ്ങൾക്ക് വിശദീകരിക്കേണ്ടതുണ്ടായതുകൊണ്ട് പറയാണ്. റംലി ഇമാം റളിയല്ലാഹു അൻഹു നിഹായിൽ എഴുതി വെച്ചത്, അന്യപുരുഷന്മാർ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പെണ്ണിറങ്ങുമ്പോൾ അവൾ മുഖമടക്കം ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ്. മുഖം മറക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഭാഷയിൽ നിക്കാബ് ധരിക്കൽ, രണ്ട് കണ്ണ് കാണാനുള്ള അവസരം മാത്രം ബാക്കി വെക്കാം, അല്ലേ? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മക്കനെ തൂക്കിയിടണം. അതിന്റെ രൂപം ഇമാം ഖുർത്തുബി വിശദീകരിച്ചത് കാണാം. രണ്ട് കണ്ണ് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം മറക്കണം. ചിലർ ഒരു കണ്ണിന്റെ ഗ്യാപ്പേ ഒഴിവാക്കിയിടാൻ പറ്റൂ, മുഴുവനും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഇമാം റംലി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്ന അന്യപുരുഷന്മാര് കാണാനിടയുള്ള സ്ഥലത്തേക്ക് പെണ്ണ് ഇറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ്. മുഖം മറക്കാതെ ഒരു പുറത്തിറങ്ങൽ ഹറാമാണ്, മറക്കൽ നിർബന്ധമാണ്. റംലി ഇമാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹഫയിൽ എഴുതി,
അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ സുന്നത്ത് ആണ്, നിർബന്ധമില്ല. മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമില്ല, അത് കറാഹത്താണ്. പക്ഷേ ഇത് എഴുതിയിട്ട് ഇബ്നു തങ്ങൾ പിന്നീട് എഴുതി, അങ്ങനെ ഇറങ്ങിയാൽ ഒരു അന്യപുരുഷൻ ബോധപൂർവം ഹറാമായ കോലത്തിൽ തന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്നുറപ്പായാൽ ആ ഹറാമിന് സഹായിച്ച കുറ്റം വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമായി വരും. അടിസ്ഥാനപരമായി സുന്നത്തേ ഉള്ളൂ എങ്കിൽ പോലും റംലീമ പറഞ്ഞ അടിസ്ഥാനപരമായി തന്നെ നിർബന്ധ, മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമ. ഇവരെ പറഞ്ഞ മുഖം മറക്കൽ അടിസ്ഥാനപരമായി സുന്നത്താണ്, മുഖം മറക്കാതെ പുറത്തിറങ്ങൽ കറാഹത്താണ്. പക്ഷേ ഒരു അജനബിയായ പെണ്ണ് അവളെ മുഖത്തേക്ക് ഒരു അജനബിയായ പുരുഷൻ നോക്കുന്നു എന്ന് ഉറപ്പായാൽ അപ്പോൾ മറക്കൽ നിർബന്ധമാകും. അല്ലാതിരുന്നാൽ ഒരു ഹറാമിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള കുറ്റം വരും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അന്യപുരുഷൻ തന്റെ മുഖം ബോധപൂർവം നോക്കിക്കാണുന്നു എന്ന ഒരു സാഹചര്യം ഉറപ്പായാൽ അപ്പോൾ പെണ്ണ് മുഖം മറക്കൽ നിർബന്ധമാണ്. ഒന്നുമില്ലെങ്കിൽ ആ നോക്കുമ്പോൾ തിരിഞ്ഞിക്കലെങ്കിലും അതിനുള്ള സൗകര്യം ഒഴിവാക്കി കൊടുക്കലെങ്കിലും നിർബന്ധമാണ്. അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണെന്നും അഭിപ്രായമുണ്ട്, സുന്നത്താണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മുഖമില്ലാത്ത സ്ഥലം ഏതായാലും മറച്ചേ പറ്റൂ, അതിലിഞ്ഞളവില്ല, ഐക്യ ഖിലാഫൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ മറക്കണം, കാലടക്കം മറക്കണം, കാലടക്കം. ചില പെണ്ണുങ്ങളുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടാവും, കാലുമ ഷോക്സ് ഒന്നും ഇടാതെ അതിങ്ങനെ കാണിച്ചിറക്കുണ്ടാവും. അതല്ല ശരി, കാല് മറക്കണം എന്നുള്ളതിൽ തർക്കമില്ല. ആ മുഖത്തേക്കല്ല ആൾക്കാർ നോക്കാൻ, മുഖം പിന്നെ ഓൾക്ക് പുറത്തിറങ്ങേണ്ട, ആൾക്ക് വയ്യ കാണണ്ട എന്നുള്ള ഇതിലാണ് അതിൻ്റെ അളവ് വരുന്നത്. കാല് ഏതായാലും മറക്കൽ നിർബന്ധം, അതിൽ തർക്കമല്ല എന്നാണ്. പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ഷോക്സ് ഇടുക നിർബന്ധം, എന്നാൽ കാല് മറക്കൽ നിർബന്ധമാണ്. കാല് മറക്കാതിരുന്നാൽ അത് ഹറാമാന്നുള്ള റംലി ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഖിലാഫന്നല്ല, മുഖത്തിൽ ചെറിയ രണ്ട് വ്യാഖ്യാനമുണ്ട്. എന്നാൽ പോലും ഞാൻ പറഞ്ഞ ഒറ്റവാക്കിയുള്ള മറുപടി എന്താ പറഞ്ഞത്? തന്റെ മുഖത്തേക്ക് അന്യപുരുഷൻ നോക്കുന്നു എന്നൊരു ഉറപ്പുള്ള സാഹചര്യത്തിൽ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കാൻ നിർബന്ധം തന്നെയാണ്. നിങ്ങൾ പേര് ഹിജാബ് എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊരു പൊതു നിയമമാണ്. ഇനി ചികിത്സക്ക് വേണ്ടി നോക്കൽ ആവശ്യമായി വരുമ്പോൾ അതിനു വേണ്ടിയുള്ള നോട്ടം അനുവദനീയമായിട്ടുണ്ട്. പഠിപ്പിക്കാനും പഠിക്കാനുമൊക്കെ നോട്ടം ആവശ്യമായി വരുമ്പോൾ അതിനു വേണ്ടിയുള്ള കാഴ്ച അനുവദനീയമായിട്ടുണ്ട്. അതിലും അതിന്റെ ഷർത്തും പറഞ്ഞുകളൊക്കെ ഉണ്ട്. അതും വിശദീകരിക്കുമ്പോൾ ഇത്തിരി കാര്യമായിട്ട് വിശദീകരിക്കേണ്ടി വരും. പെണ്ണുങ്ങൾ അങ്ങനെ ഒറ്റക്ക് പറഞ്ഞേക്കുന്ന ശീലം ഉണ്ടാക്കരുത്. പെണ്ണുങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇസ്ലാം പറഞ്ഞതാണ് പെണ്ണ് ഒറ്റക്ക് സഫർ ചെയ്യാൻ പാടില്ല. സഫർ ആകുമ്പോൾ നാട് വിട്ടു പോകാം. നാട് വിട്ട് പറഞ്ഞാൽ UAE പോകുന്നല്ല, നമ്മൾ താമസിക്കുന്ന ഗ്രാമം അവിടെയുള്ള സ്ഥലത്തിന് അവിടെയുള്ള ക്ലാസ്സിനൊക്കെ പോകുന്നത് സഫറല്ല, അത് ഖുറൂജ് മാത്രമാണ്. ഖുറൂജു മിനൽ ബൈത്ത്, വീട് വിട്ടിറങ്ങില്ല. അപ്പോഴും ശരീരം മുഴുവനും മറക്കണം, എന്നാലും അവൾക്ക് ഒറ്റക്ക് പോകാം, കൂടെ ഒരാൾ വേണമെന്നില്ല. സ്വന്തം ഗ്രാമത്തിന്റെ പരിധി വിട്ടു പോവുകയാണെങ്കിൽ സഫർ എന്ന് പറയും യാത്ര, അത് പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. വാജിബായ ഔഷധ നിനക്ക് വാജിബായ ഫർദിന് വേണ്ടി പെണ്ണ് ഒറ്റക്ക് പോകൽ ഹറാമില്ല. വാജിബായ ഹജ്ജിന് വേണ്ടി നിർഭയത്വമുണ്ടെങ്കിൽ ഒറ്റക്ക് വരെ പോകൽ അനുവദനീയമാണ്, നിർബന്ധമില്ലെങ്കിൽ ഒരു ഹജ്ജിന് വേണ്ടി. വാജിബല്ലാത്ത ഫർളല്ലാത്ത സംഗതികൾക്ക് വേണ്ടി, അത് സുന്നത്തായ കാര്യങ്ങളാവട്ടെ, കേവലം മുബാഹായ കാര്യങ്ങളാവട്ടെ, വിരുന്നോക്കാട്ടെ, കല്യാണത്തിനോട്ടെ, മോളെ കൊണ്ടുവരാൻ പോക്കാട്ടെ, ഭാര്യ വീട്ടിൽ പോക്കാട്ടെ, നാടിന്റെ പരിധി വിട്ടിട്ട് പോവുകയാണെങ്കിൽ സഫർ എന്ന് പറയാവുന്ന ഒരു രൂപമാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാം ആണ്. പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടാവൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ മഹറമായ പുരുഷന്മാർ കൂടെ ഉണ്ടാവൽ നിർബന്ധമാണ്. ഇന്നിപ്പോ ഒറ്റയ്ക്ക് സ്ത്രീകളോട് പറഞ്ഞാൽ കേൾക്കൂല, കാരണം നമ്മൾ സ്ത്രീകൾക്ക് പൊതു ലൈസൻസ് കൊടുത്തു പോയി, അങ്ങനെ ശീലമായി പോയി. ആദ്യം തന്നെ ഛർദ്ദിക്കുക, ഇനിയും വേണമെങ്കിൽ ഛർദ്ദിക്കുക, കുറച്ചൊക്കെ ഛർദ്ദിച്ചൂടെ നമുക്ക്? നമ്മളെ മോളെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടണ്ട, നമ്മളെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വിടണ്ട, നമ്മളും പോവുക, നമുക്ക് പറ്റുന്ന പോവുക. ഓൾക്ക് പോകാൻ പൂതിയുള്ളവർക്കൊക്കെ കിടക്കുന്നു പോവുകയൊക്കെ ചെയ്യാം. കെട്ടിടണ്ട, കെട്ടിട്ടിട്ട് ഹബസാക്കണ്ട. മനസ്സിടുക്കി പോയാൽ കുടുംബജീവിതത്തിലൊക്കെ ഇടങ്ങറുകളൊക്കെ വരൂലേ, പോകേണ്ട ഹലാലായ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെയ്യാം. നമ്മൾ കൂടെ ഒന്നിച്ചു പോവുക. ഒറ്റ കല്യാണത്തിനോട് പോകരുത് പറഞ്ഞാൽ ഓൾക്ക് വിഷമാവില്ല. അതുകൊണ്ട് ചില കല്യാണത്തിനും പോവുക, നമ്മൾ ഒന്നിച്ചു പോവുക. ഓളൊറ്റക്ക് കല്യാണത്തിന് പോവുക, ഓളൊറ്റക്ക് മരുമകളെ കൊണ്ടാൻ പോവുക, ഓളൊറ്റക്ക് മോളെ കൊണ്ടാക്കാൻ പോകുക, ഇങ്ങനെ ഓളിങ്ങനെ ഒറ്റക്ക് പോവുക. ആ ശീലം നമുക്ക് പറ്റിയതല്ല. ഇസ്ലാമികമായി ഫർളല്ലാത്ത ഒരു സംഗതിക്ക് ഒരു പെണ്ണ് ഒറ്റക്ക് സഫർ ചെയ്യൽ വൈൻ കസുറ, ചെറിയ യാത്രയാണെങ്കിൽ പോലും അത് ഹറാം ആണ്. ഇവിടുന്ന് കോട്ടക്കാണ് പോകുന്നതെങ്കിൽ പോലും അത് ഹറാമാണ്. ഫർളല്ലാത്ത ആവശ്യത്തിന് പെണ്ണ് ഒറ്റക്ക് പോവുകയാണെങ്കിൽ ഭർത്താവോ മഹറമായ ആണുങ്ങളോ കൂടെ ഇല്ലാതെ, അതൊക്കെ നടക്കണല്ലേ, ഞാൻ എന്താ ചെയ്യുക? നടക്കണാണ്. അതെല്ലാം പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കണ്ട് അങ്ങനെ ആയിപ്പോയി.
അത് ഈ ആണുങ്ങൾ ഗൾഫിൽ പോകുന്നോണ്ട് വരുന്നൊരു ഇടങ്ങാറാന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഗൾഫിൽ പോലെ നല്ലതാണ് കുറേ കാര്യത്തിൽ, കുറേ പൈസ ഒക്കെ ഉണ്ടാവും, നമ്മുടെ പള്ളി മദ്രസൊക്കെ നടക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ കൊണ്ട് നമ്മുടെ ദീനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരു നിയമം മൂലം പ്രശ്നം വന്ന നാടുകളൊക്കെ ബാധിക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെ പ്രവാസി സുഹൃത്തുക്കളെ ഹൈറായ ജോലികൾ നിലനിർത്തി കൊടുക്കട്ടെ, ജോലികളിൽ ബർക്കത്തേട്ടെ. അങ്ങനെ ഒരുപാട് ഗുണം അതിനുണ്ട്. ഇന്ന് അതുകൊണ്ട് കുറേ ധാർമ്മികമായ അപകടങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ചിലതൊക്കെയാണ് ഈ പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു പൊതു സ്വഭാവം ആയിപ്പോയി. അതിനിപ്പോൾ ഭർത്താവ് നാട്ടിലായാൽ പോലും ഈ അധികാരം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്ന് അധികാരം നഷ്ടപ്പെട്ട എത്രയോ ഭർത്താക്കന്മാർ എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഉള്ള സമയത്ത് പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഭാര്യ ശീലായി. ഇപ്പം നിയന്ത്രണമൊക്കെ ഓളെ കയ്യിലാണ്, മൂപ്പര് ഇരുന്ന് കൊടുക്കലേ കയ്യുള്ളൂ. താനിരിക്കേണ്ടടത്ത് താനിരുന്നില്ലെങ്കിൽ പണ്ടൊരു ചെല്ലു വയസ്സന്മാർ പറയലുണ്ട്. അപ്പം നമ്മൾ നിയന്ത്രിക്കുക ചെറിയ നിലക്ക്. നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് പെണ്ണുങ്ങളെ മാത്രമല്ല നമ്മളെ മക്കളൊക്കെ നോക്കൂടെ, മോളങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനേക്കണ്ട. വലിയ യാത്ര എന്നാൽ സ്വന്തം ഗ്രാമം വിട്ടിട്ട് പോണ്ടിയെന്ന് നമ്മളും പോവുക. അല്ലെങ്കിൽ അഞ്ഞു പോവാൻ കെട്ടിച്ച മരോളെ കൊണ്ടുവരാനേ ഞമ്മക്കെന്നെ വെക്കൂടെ. അത് ഇളച്ച കുട്ടികളെ വിടണ്ട. ഒരു ഉദാഹരണം പറയാണ്, നിങ്ങളൊക്കെ ചെയ്യുന്ന പണി അങ്ങനെ പറഞ്ഞാൽ ദേഷ്യം പിടിക്കരുതിട്ടാ. ഇന്നിപ്പോൾ അധികം അങ്ങനെ ഏത് കുടുംബം, ദീനുള്ള കുടുംബം, ഈ ക്ലാസ്സിലൊക്കെ വരണോല് ക്ലാസ്സിനും ദിക്കറിനൊക്കെ പോണ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരും മരോളെ കൊണ്ടുവരാൻ ഇളച്ചനവില്ല, ഭർത്താവിൻ്റെ അനിയനെ. എന്നിട്ട് അനിയൻകുട്ടി ഒറ്റയ്ക്ക് പോയിട്ടിട്ടാണ് മൂത്തച്ചി താത്താനെ കൊണ്ടുവരുന്നത്. അല്ലേ? എങ്ങനെയല്ലേ ഇപ്പം നമ്മളെ വീടുകൾ. എൻ്റെ ഈ വലിയ ആമോശം കാക്കൊക്കെ വന്നിട്ട് പോയാൽ നിങ്ങൾ ദേഷ്യം പിടിക്കല്ലേ. ഞാൻ തൽക്കാലം എന്നാ ദിക്കറിന് പോകുന്ന സമയത്ത് ഇന്ന് മരോളെ കൊണ്ടുവരാനായിക്കോട്ടെ. ഒരു ദിക്കറിന്റെ മജ്ലിസിന് പോയില്ലെങ്കിലും വേണ്ടിയില്ല, ഒരു മരോളെ കൊണ്ടുള്ള നടക്കട്ടെ. ദിക്കറിന്റെ മജ്ലിസിന് മുഴുവൻ പോകും. എന്നിട്ട് ഈ കുടുംബത്തിൽ ഈ ഹറാമുകൾ ഉണ്ടാക്കി. ഞാൻ ദിക്കറിന്റെ മജ്ലിസുകളെ ആളെ കുറക്കല്ല, അതിന്റെ സ്ഥാനം കുറക്കുകയുമല്ല. എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ചെയ്യേണ്ടത് ചെയ്യാന്നുള്ളതാണ് വിവേകം.